ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ നേരെ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ പ്രിയയാണെങ്കിൽ അമ്മയോട് പറയാവുന്നതിന്റെ മാക്സിമം തന്നെ പറഞ്ഞു. അപ്പം അരുന്ധതിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായി കേട്ടോ. ഇനിയിപ്പോ താൻ എന്ത് ചെയ്യും? തന്റെ മകള് പറഞ്ഞതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും താൻ ജയിലിൽ കയറും എന്നുള്ള കാര്യം ഇവരിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ മഹാദേവൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, എന്താണ് ചേച്ചിക്ക് പറ്റിയത്? ചേച്ചിയാണല്ലോ ഈ വീട്ടിന്റെ ശക്തി, പക്ഷെ ചേച്ചിക്ക് എന്താ ഇത്ര ടെൻഷൻ എന്ന് ചോദിക്കുമ്പം മഹാദേവ, എടാ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. പ്രിയത നിന്റെ മകൻ ഗൗതത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അവളെയും അവളുടെ കുഞ്ഞിനെയും അകറ്റിയത് ഞാനാണെന്നും ഉള്ള കാര്യമൊക്കെ അവൾ കണ്ടെത്തി. പക്ഷേ അവൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല, അതിൽ നിനക്കും പങ്കുണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോണം. ഏട്ടത്തി ഇവിടെ ഇല്ലെങ്കിലും നീ വേണം ഈ കുടുംബത്തിന്റെ നാഥനായിട്ട് നിന്ന് കാര്യങ്ങളെല്ലാം നിറവേറ്റാൻ എന്നുള്ള കാര്യം പറയുക. നമ്മുടെ ഇന്ത്യവരം തറവാടിന്റെ അന്തസ്സും അഭിമാനവും ഇനി നീ കാത്തു രക്ഷിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കുകയാണ്. പുള്ളിക്കാരുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നാട് വിടുക. ഇനിയിപ്പോ ഈ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തന്റെ മകള് തന്നെ തനിക്കെതിരെയുള്ള പൂട്ട് തയ്യാറാക്കുമെന്ന് നല്ല രീതിയിൽ തന്നെ അരുന്ധതിക്ക് അറിയാം. അതുകൊണ്ട് കുറച്ചു കാലത്തേക്കെങ്കിലും ഇവിടുന്ന് ഒന്ന് മാറി നിന്ന് പ്രശ്നങ്ങളെല്ലാം തണുത്തതിന് ശേഷം തിരികെ വീട്ടിലെത്താം. പക്ഷെ ഇതൊന്നും പുന്നാര അനിയന്റെ അടുത്ത് പറയുന്നില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പം എന്താ ചേച്ചി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മുടെ പ്രിയമോളല്ലേ, അവളോട് കാര്യങ്ങൾ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിക്കുക. ഇല്ലടാ, ഇനി അവളോട് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവളുടെ കുഞ്ഞിനെ അത് അകറ്റിയത് ഞാനാണ്, അവളുടെ ഭർത്താവിനെ അകറ്റിയത് ഞാനാണ്. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതിന് ഒരു കാരണം ഉണ്ടായിരുന്നു, അത് മാത്രം എന്റെ മകള് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അരുന്ധതി വല്ലാണ്ട് അങ്ങ് വിഷമിക്കുക. അങ്ങനെതാ പിറ്റേ ദിവസം മോർണിംഗ് ആയി. അപ്പോഴത്തേക്കിനും നമ്മുടെ വല്യമ്മയെ കുറിച്ചിട്ടുള്ള ഒരു വിവരവും ഇല്ല. വല്യമ്മ എങ്ങോട്ട് പോയി എന്ത് ചെയ്തു എന്ന് പോലും ആർക്കും അറിയാൻ പറ്റാത്തൊരവസ്ഥ. ആ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ പരസ്പര അന്വേഷണമൊക്കെ തുടങ്ങി. അപ്പം നമ്മുടെ മഹാദേവനാണെങ്കിൽ കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷെ ഇവനാണെങ്കിലോ ഒരു കാര്യങ്ങളും പറയുന്നില്ല. ഏട്ടത്തി എവിടെയോ ഒരു ദൂരെ യാത്ര പോയി എന്ന് മാത്രമേ ഇവൻ അറിയത്തുള്ളൂ. പക്ഷെ എന്താണ് ചേച്ചി അങ്ങനെ പോവാനുള്ള കാര്യമെന്നും കുറച്ച് ദിവസത്തേക്കാണെങ്കിലും ചേച്ചിയുടെ ആ ഒരു വേർപാട് അത് തങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ ഗൗതം അവിടെ എത്തുകയാണ്. ഗൗതം വന്നിട്ട് ചോദിക്കുക, വല്യമ്മ എവിടെയെന്ന് ചോദിക്കുമ്പം വല്യമ്മ എവിടെ പോയെന്ന് അറിയില്ല മോനെ, എന്താണ് സംഭവിച്ചതെന്നും ഇനി ചേച്ചി എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്തോ? പ്രിയ അതുപോലെയാണല്ലോ ചേച്ചിയോട് സംസാരിച്ചത്. അപ്പൊ ഈ വിവരങ്ങളെല്ലാം കേൾക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഗൗതം ആണെങ്കിലും നന്ദയോട് കാര്യങ്ങൾ പറയുക. അപ്പൊ നന്ദയാണെങ്കിൽ പ്രിയയുടെ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും പ്രിയ ആണെങ്കിൽ ഓരോ കാര്യങ്ങളും ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പം ഇനി എന്ത് ചെയ്യും? തന്റെ കുഞ്ഞിനെയും തന്റെ ഭർത്താവിനെയും ഒക്കെ തന്നിൽ നിന്ന് അകറ്റിയത് തന്റെ പെറ്റമ്മ തന്നെയാണ് എന്നുള്ള ആ ഒരു ഷോക്ക് അത് ഇവളുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ നന്ദ കാര്യങ്ങൾ പറയുക, പ്രിയേച്ചി വല്യമ്മയെ ഇവിടെ കാണുന്നില്ല എന്നുള്ള ആ ഒരു സത്യം. അവര് നാട് വിട്ടോ എന്നുള്ള കാര്യമാണ് പ്രിയ ചോദിക്കുന്നത്. അതെ, അവർ ഈ നാട്ടിൽ നിന്നാലും ശരി ഇല്ലെങ്കിലും ശരി ഞാൻ അനുഭവിച്ച ആ ഒരു 8 വർഷത്തെ യാതന അത് അവരെ കൊണ്ട് ഞാൻ അനുഭവിപ്പിച്ചിരിക്കും എന്നുള്ള കാര്യമൊക്കെ പറയാണ് പ്രിയ. പ്രിയയുടെ ഈ ഒരു വർത്താനമൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും നന്ദ പറയുന്നുണ്ട്, ശരിയാണ് ചേച്ചി, അവരതിനു വേണ്ടി ക്രൂരതയാണ്. എന്തൊക്കെ വന്നാലും കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ കാത്തുരക്ഷിക്കുന്നത് ഒരിക്കലും ഒരു മക്കളുടെയും നെഞ്ചത്ത് ചവിട്ടി നിന്നുകൊണ്ടാകരുത് എന്നുള്ള കാര്യമാണ് നന്ദയും സപ്പോർട്ട് ചെയ്ത് പറയുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ഗൗതം എത്തുക കേട്ടോ. ഗൗതം വന്നിട്ട് പറയുന്നുണ്ട്, പ്രിയേച്ചി അറിഞ്ഞു കാണുമല്ലോ അല്ലെ, വല്യമ്മ ഇവിടെ മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം. അവരെവിടെയെന്ന് വെച്ചാൽ പോട്ടടാ, അവരെന്തിനാണ് ഈ വീട്ടിൽ നിൽക്കുന്നത്? നിന്നെയും എന്നെയും ഒക്കെ ഭരിച്ച് നമ്മുടെ ജീവിതമൊക്കെ തകർക്കാനായിട്ട് മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോ കുറച്ചു കാലം എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കും. പക്ഷെ അവര് ഇനി തിരികെ ഈ വീട്ടിലേക്ക് വരാമെന്ന് അവർ വിചാരിക്കുകയേ വേണ്ട. ഈ പ്രിയ മുന്നിട്ടിറങ്ങും എന്ത് കാര്യത്തിനും അവരെ പൂട്ടാൻ എന്നുള്ള കാര്യമൊക്കെ ഇവളിങ്ങനെ സംസാരിക്കുമ്പോൾ, പ്രിയേച്ചി എനിക്ക് ചേച്ചിയോട് മറ്റൊരു കാര്യം കൂടെ സംസാരിക്കാനുണ്ട്. കാര്യങ്ങളെല്ലാം അറിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ ഞാനാണെങ്കിൽ ഒരു DNA ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ റിസൾട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടി എന്നുള്ള കാര്യം ഇവനിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ പ്രിയ പറയുന്നുണ്ട്,
എടാ എന്തിനാണ് ഒരു DNA? എനിക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. എൻ്റെ കുഞ്ഞ് തന്നെയാണ്, ഞാൻ പ്രസവിച്ച എൻ്റെ പൊന്നു മോള് തന്നെയാണ് എൻ്റെ ചിഞ്ചു മോള് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കിനും ചിഞ്ചു ചേച്ചിയുടെ മോള് തന്നെയാണ്, അത് തന്നെയാണ് നമ്മുടെ റിസൾട്ടിലും വന്നിരിക്കുന്നത്. അപ്പം ഈ കാര്യം ഒന്നുകൂടി കേൾക്കുമ്പോഴത്തേക്കിനും നമ്മുടെ പ്രിയയുടെ ചങ്ക് നിലച്ചു പോകുന്ന അവസ്ഥയാണ് കേട്ടോ. എത്രയൊക്കെ വന്നാലും തൻ്റെ കുഞ്ഞിനെ തനിക്കൊന്ന് ലാളിക്കാനോ അവളുടെ ആ ഒരു കുഞ്ഞു വളർച്ച കാണാനോ ഒന്നും പ്രിയക്ക് ഇതുവരെ സാധിച്ചില്ലല്ലോ. അപ്പൊ തൻ്റെ കുഞ്ഞിനോടും ഭർത്താവിനോടും ഒപ്പം തന്നെ ഇനി സന്തോഷമായിട്ട് താൻ ജീവിക്കും. അതിന് ഇനി ഒരു അരുന്ധതിയും തനിക്ക് മുന്നിൽ തടസ്സമാകില്ല എന്നുള്ള കാര്യമൊക്കെ ഇവൾ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലും അരുന്ധതി എവിടെ പോയി എന്നറിയാതെ നമ്മുടെ മോഹിനിയും ലക്ഷ്മിയും ഒക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അരുന്ധതിയോടൊപ്പം പ്ലാൻ ഇടുകയാണ് പിങ്കി. അപ്പൊ പിങ്കിയും അരുന്ധതിയും തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഗൗതത്തിനെയും നന്ദയെയും തമ്മിൽ പിരിക്കണമെന്നുള്ളതാണല്ലോ പിങ്കിയുടെ ഏറ്റവും വലിയൊരു ആവശ്യം. അതുകൊണ്ട് തന്നെ പിങ്കി ആണെങ്കിൽ വല്യമ്മ ചെയ്തിട്ടുള്ള ഈ ഒരു തെറ്റ് അതിന് വേണ്ടിയിട്ട് കൊട പിടിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം വല്യമ്മ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്നും വല്യമ്മയുടെ അടുത്ത നീക്കം എന്താണ് എന്നുള്ളതും. അപ്പം ഈ പുലി പതുങ്ങുന്നത് കൊതിക്കാനാണ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മുടെ അരുന്ധതി തൽക്കാലം അവിടെ നിന്ന് മാറി നിൽക്കുന്നത് മറ്റെന്തൊക്കെയോ പ്ലാനും കാര്യങ്ങളും ഒക്കെ നടപ്പാക്കാൻ തന്നെയാണ്. എന്തായാലും അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയാണ്. കഥ ഇങ്ങനെ വലിച്ചു നീട്ടി പോകുന്നില്ല കേട്ടോ, കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. കുറച്ചു കാലം അതുകൊണ്ടാണ് ഇതിന്റെ റിവ്യൂ ചെയ്യാതിരുന്നത്. ശരിക്കും എനിക്കും ബോറായി തോന്നിയായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇനി തൊട്ട് ഇട്ട് തുടങ്ങാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുന്നു. താങ്ക്